കൊച്ചിയിലും തിരുവനന്തപുരത്തും ചെന്നൈയിലും ഊട്ടിയിലും ദുബായിലുമെല്ലാം വീടുകളും ഫ്ളാറ്റുകളുമുള്ള നടനാണ് മോഹൻലാൽ. 8 വർഷം മുമ്പാണ് അദ്ദേഹം തേവരയിലെ വീട് വിൽപ്പനയ്ക്കിട്ടത്. അതിനു കാരണം അത് സിറ്റിയിൽ നിന്നും കുറച്ചു ദൂരെയായതും കൊച്ചിയിലെ ട്രാഫിക് കൂടിയപ്പോൾ പെട്ടെന്ന് വരാനും പോകാനുമെല്ലാം അല്പം ദൂരെ കൂടുതലും സമയവുമെല്ലാം വേണ്ടി വന്നതിനാലും ആ വീട് വിൽപ്പനയ്ക്കിടുകയായിരുന്നു. ഏതാണ്ട് 20 കോടി രൂപയ്ക്കായിരുന്നു ആ വീട് വിറ്റത്. അതിനു മുന്നേ തന്നെ അദ്ദേഹം എളമക്കരയിലെ കണ്ണായ സ്ഥലത്ത് ഒരു വലിയ സ്ഥലം വാങ്ങുകയും വീട് പണിയാൻ തുടങ്ങുകയും ചെയ്തു. പിന്നാലെയാണ് മാസങ്ങൾക്കിപ്പുറം ആ വീടിന്റെ പണി പൂർത്തിയായതും തേവരയിലെ വീട്ടിൽ നിന്നും അമ്മ ശാന്തകുമാരിയെ ഇവിടേക്ക് മാറ്റുകയും ചെയ്തത്. 2018-ലായിരുന്നു ഇത്. ഷൂട്ടിങ്ങിന്റെ ഭാഗമായി മോഹൻലാൽ പല സ്ഥലങ്ങളിലുമായിരുന്നു അപ്പോൾ. ഭാര്യ സുചിത്ര ദുബായിലും മകൾ ഓസ്ട്രേലിയയിലും പഠിച്ചിരുന്ന ആ സമയത്ത് മകൻ പ്രണവ് മോഹൻലാലും ശാന്തകുമാരി അമ്മയും ജോലിക്കാരുമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. എന്നാൽ പലപ്പോഴും ഒഴിവു സമയം അമ്മയ്ക്കൊപ്പം ചെലവഴിക്കുവാൻ ഇവിടേക്ക് ഓടിയെത്തിയിരുന്ന ലാലേട്ടൻ വീടിന് ചുറ്റും ഒരു വലിയ കൃഷിത്തോട്ടവും ഒരുക്കിയെടുത്തിരുന്നു. അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തു. ലോക്ക്ഡൌൺ കാലത്ത് യാത്രകൾ നിരോധിച്ച സമയത്ത് ചെന്നൈയിലായിപ്പോയ ലാലേട്ടൻ വിമാനഗതാഗതം പുനഃസ്ഥാപിച്ചപ്പോൾ നേരെ അമ്മയ്ക്കരികിലേക്കാണ് വന്നത്. തുടർന്ന് ഷൂട്ടിങ്ങും മറ്റും മുടങ്ങിയിരുന്ന ആ സമയത്താണ് ലാലേട്ടൻ അമ്മയ്ക്കൊപ്പം ഈ വീട്ടിലേക്ക് പൂർണ്ണമായും താമസം മാറിയതും വീടിന് ചുറ്റും ഒരു കൃഷിത്തോട്ടം ഒരുക്കിയെടുത്തതും. തുടർന്ന് ഷൂട്ടിംഗ് തിരക്കുകളിൽ നിന്നും ഓടിയെത്തിയും അദ്ദേഹം കൃഷിയെ പരിപാലിച്ചിരുന്നു. തുടർന്ന് പങ്കുവച്ച വീഡിയോയിൽ കഴിഞ്ഞ 4-5 വർഷമായി വീട്ടിലേക്ക് ആവശ്യം വേണ്ട പച്ചക്കറികൾ ഇവിടെ തന്നെ കൃഷി ചെയ്തെടുക്കുകയാണെന്ന് നടൻ പറഞ്ഞപ്പോൾ ശരിക്കും അത്ഭുതമായിരുന്നു ആരാധകർക്കും. പാവയ്ക്ക, തക്കാളി, വെണ്ടയ്ക്ക, പയർ, പച്ചമുളക്, വഴുതനങ്ങ തുടങ്ങി അടുക്കളയിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ കൃഷി ചെയ്തിരുന്നു. തീരെ വയ്യാതിരുന്ന അമ്മയ്ക്ക് ശരിക്കും മകൻ അരികിലുള്ള ഈ സമയങ്ങൾ ആഹ്ലാദം പകർന്നിരുന്നു. അതേസമയം സ്ട്രോക്ക് വന്ന് 13 വർഷത്തോളം കിടപ്പിലായിരുന്ന അമ്മയ്ക്ക് കൊച്ചി അമൃത ആശുപത്രിയിലെ ചികിത്സയിലൂടെ വലിയ മാറ്റങ്ങൾ വരുത്താൻ നടന് സാധിച്ചിരുന്നു. ഈ വീട്ടിൽ താമസിക്കുമ്പോഴായിരുന്നു അമ്മയുടെ ചികിത്സാകാലമെല്ലാം നടന്നത്. ആ ചികിത്സാകാലത്തുടനീളം അദ്ദേഹമായിരുന്നു ആശുപത്രിയിൽ അമ്മയ്ക്ക് കൂട്ടിരുന്നതും. അതിനുശേഷം നടൻ ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് പോയപ്പോൾ അമ്മയ്ക്കൊപ്പം സുചിത്ര താമസമാക്കുകയും ചെയ്തു. 13 വർഷം മുമ്പ് അമ്മയ്ക്ക് സംഭവിച്ച സ്ട്രോക്കിന് ശേഷം ജീവിതത്തിലേക്ക് അമ്മയെ തിരിച്ചെത്തിക്കുവാൻ സാധിച്ചത് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ അമൃതയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ചികിത്സയിലൂടെയായിരുന്നു. ന്യൂറോ വിഷയങ്ങളായി സംസാരിക്കാനാകാത്ത അവസ്ഥയായിരുന്നു അമ്മയ്ക്ക്. എന്നാൽ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് മകൻ ഫോൺ ചെയ്താലും സംസാരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് അമ്മയെ എത്തിക്കുവാൻ സാധിച്ചു. അമ്മയ്ക്ക് നല്ലൊരു ജീവിത സാഹചര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എളമക്കരയിലെ ഈ വീട്ടിലേക്ക് അമ്മയെ എത്തിച്ചതും. ഇപ്പോൾ ഇതേ വീട്ടിൽ വെച്ചാണ് അമ്മയുടെ മരണവും സംഭവിച്ചിരിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.